കേരള സംഗീത നാടക അക്കാദമി 2023 കലാരൂപമായി അംഗീകാരം നൽകിയത് എന്തിനായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി മിമിക്രി. 2023 തകഴി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ എം മുകുന്ദൻ. വിമാന അപകടത്തെ തുടർന്ന് ആമസോൺ വനത്തിൽ കുടുങ്ങിപ്പോയ കുട്ടികളെ രക്ഷിക്കാൻ നടത്തിയ ദൗത്യത്തിന് നൽകിയിരുന്ന പേര്? ഉത്തരം ഓപ്ഷൻ ബി ഓപ്പറേഷൻ ഹോപ്പ്. ISROയുടെ പോയം 3 ചുവടെ പറയുന്നവയിൽ എന്താണ്? ഉത്തരം ഓപ്ഷൻ സി സ്പേസ് പ്ലാറ്റ്ഫോം. ആലപ്പുഴയിൽ നീറ്റിലിറക്കിയ രാജ്യത്തെ ആദ്യത്തെ സോളാർ ബഡ്ജറ്റ് ക്രൂയിസ് ബോട്ട് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഇന്ദ്ര. താഴെ പറയുന്നവയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ പുതുതായി അംഗത്വം ലഭിച്ച രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ. 2024 ജനുവരിയിൽ അന്തരിച്ച ഇതിഹാസ ഫുട്ബോൾ താരം ബെക്കൻ ബോബർ ഏത് രാജ്യക്കാരനായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ജർമ്മനി. 2023 ഫിഫ ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് നേടിയ ടീം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മാഞ്ചസ്റ്റർ സിറ്റി. ഏതാനും വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ പേരുകൾ ചുവടെ നൽകുന്നു. ഇതിൽ 2023 കേരള പ്രഭ പുരസ്കാരം നേടിയവർ ആരെല്ലാമാണ്? ഉത്തരം ജസ്റ്റിസ് എം ഫാത്തിമ ബീവി, സൂര്യ കൃഷ്ണമൂർത്തി എന്നിവർ. ഇറച്ചിക്കായി നായ്ക്കളെ വളർത്തുന്നതും വിൽക്കുന്നതും കശാപ്പ് ചെയ്യുന്നതും നിരോധിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ദക്ഷിണ കൊറിയ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യത്തെ കേരളീയ താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ സി സഞ്ജു സാംസൺ. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ശരിയായ പ്രസ്താവനകൾ 16ാം ധനകാര്യ കമ്മീഷൻ 2023 ഡിസംബർ 31 നിലവിൽ വന്നു. അരവിന്ദ് പനഗരിയാണ് 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. 2026 മുതൽ 2031 വരെയുള്ള കാലയളവിലെ ശുപാർശകളാണ് 16ാം ധനകാര്യ കമ്മീഷൻ നൽകുക. ഏതൊക്കെ രാജ്യങ്ങൾ സംയുക്തമായി രാജസ്ഥാനിൽ 2024 ജനുവരിയിൽ നടത്തിയ സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ? ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യയും UAEയും. താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര പോലീസ് സേനയുടെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറലായാണ് നീന സിംഗ് നിയമിതയായത്?
ഉത്തരം ഓപ്ഷൻ സി CISF. പെൺകുട്ടികൾക്കായുള്ള രാജ്യത്തെ ആദ്യത്തെ സൈനിക സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി മഥുര. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, കമ്മീഷണർമാർ എന്നിവരെ നിയമിക്കാനുള്ള സമിതിയിൽ നിന്ന് ആരെ ഒഴിവാക്കുന്ന ബില്ലാണ് പാർലമെന്റ് പാസാക്കിയത്? ഉത്തരം ഓപ്ഷൻ ബി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല 2023 ഡിസംബറിൽ ഏറ്റെടുത്ത സുരക്ഷാ സേന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി CISF. ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കേരളം. സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ദുബായ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ സ്വീകരിക്കാനായി പ്രജാപാലന പരിപാടി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ സി തെലങ്കാന. വിവിധ നിയമങ്ങൾ പ്രാബല്യത്തിലായ വർഷങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ഇതിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി എല്ലാ ജോഡികളും ശരിയാണ്. ശരിയായ ജോഡികൾ വിവരാവകാശ നിയമം 2005 ഒക്ടോബർ 12, വിദ്യാഭ്യാസ അവകാശ നിയമം 2010 ഏപ്രിൽ 1, വിസിൽ ബ്ലോവേഴ്സ് നിയമം 2014 മെയ് 9, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2020 ജൂലൈ 20. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ശരിയായ പ്രസ്താവനകൾ സാധനങ്ങൾ വാങ്ങാനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതാണ് സാധന വിൽപ്പന നിയമം. സാധന വിൽപ്പന നിയമം പാസാക്കിയത് 1930-ലാണ്. ഗ്യാരണ്ടി, വാറന്റി, വിൽപ്പനാന്തര സേവനം എന്നിവ സാധന വിൽപ്പന നിയമത്തിന്റെ പരിധിയിൽ വരുന്നു. 50 ലക്ഷം രൂപ മുതൽ 2 കോടി രൂപ വരെയുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ബി സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ലോക്പാലിന്റെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി സുപ്രീം കോടതി ജഡ്ജി. പ്രധാനമന്ത്രി, കേന്ദ്ര സഹമന്ത്രി, പാർലമെന്റ് അംഗം എന്നിവരൊക്കെ ലോക്പാലിന്റെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നവരാണ്. ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ എണ്ണം പ്രത്യേകമായി രേഖപ്പെടുത്തിയ ആദ്യത്തെ സെൻസസ് ഏത് വർഷമാണ് നടന്നത്? ഉത്തരം ഓപ്ഷൻ ഡി 2011. ഇന്ത്യയിലെ ജനസാന്ദ്രതയേറിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആദ്യത്തെ വെളിയിട വിസർജന വിമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ 2016 നവംബർ 1.
ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മഹാത്മാ പുരസ്കാരം. കേരള പബ്ലിക് സർവീസ് ആക്ട് നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ബി 1968. ഗ്രാമപഞ്ചായത്തുകളിലെ ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി വാർഡ് മെമ്പർ. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ നിർവചന പ്രകാരം തണ്ണീർത്തടം എന്നതിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി കണ്ടൽക്കാടുകൾ, കായലുകൾ, അഴിമുഖങ്ങൾ. വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങൾ സ്ഥാപിച്ച വർഷങ്ങൾ എന്നിവ ചുവടെ നൽകുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ എ എല്ലാ ജോഡികളും ശരിയാണ്. ശരിയായ ജോഡികൾ: കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 1968 സ്ഥാപിച്ചു. കേരള കലാമണ്ഡലം 1930 സ്ഥാപിച്ചു. കേരള സാഹിത്യ അക്കാദമി 1956 സ്ഥാപിച്ചു. കേരള ലളിതകലാ അക്കാദമി 1962 സ്ഥാപിച്ചു. താഴെ പറയുന്നവയിൽ TV ചന്ദ്രൻ സംവിധാനം ചെയ്ത ചലച്ചിത്രങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി ആലീസിന്റെ അന്വേഷണം, ഓർമ്മകൾ ഉണ്ടായിരിക്കണം, പാഠം 1, ഒരു വിലാപം എന്നിവയാണ് TV ചന്ദ്രൻ സംവിധാനം ചെയ്ത ചലച്ചിത്രങ്ങൾ. നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ മുംബൈ. സച്ചിൻ ടെണ്ടുൽക്കറുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. സച്ചിൻ ടെണ്ടുൽക്കറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരം പാകിസ്ഥാനെതിരെ ആയിരുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100ാമത്തെ സെഞ്ചുറി നേടിയത് ബംഗ്ലാദേശിന് എതിരെയായിരുന്നു. അവസാനത്തെ ടെസ്റ്റ് മത്സരം കളിച്ചത് വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു. പ്രഥമ ഭാരതരത്ന ജേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി എം വിശ്വേശ്വരയ്യ. പ്രഥമ ഭാരതരത്ന നേതാക്കളിൽ ഉൾപ്പെടുന്നവരായിരുന്നു സി രാജഗോപാലാചാരി, എസ് രാധാകൃഷ്ണൻ, CV രാമൻ എന്നിവർ. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ജ്യോതിബ ഫുലെ. കോൺഗ്രസിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വിദേശി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ജോർജ് യോൾ. സ്വരാജ് പാർട്ടിയുടെ പ്രധാന നേതാക്കൾ ആരെല്ലാമായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി CR ദാസ്, മോത്തിലാൽ നെഹ്റു. ബെനീറ്റോ മുസോളിനിയെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി.
ശരിയായ പ്രസ്താവനകൾ. ഫാസിയോ ഡി കോമ്പാറ്റിമെന്റോ എന്ന സംഘടന 1919 രൂപവൽക്കരിച്ചു. തൊഴിലാളി കർഷക നേതാക്കളെ അമർച്ച ചെയ്യാൻ ഫാസസ് എന്ന സായുധ സംഘങ്ങളെ നിയോഗിച്ചു. സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ വധിക്കാൻ കരിങ്കുപ്പായക്കാരെ നിയോഗിച്ചു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ പട്ടം താണുപിള്ള. ചുവടെ പറയുന്നവയിൽ സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി മാർച്ച് 21, സെപ്റ്റംബർ 23. ഇന്ത്യയിൽ തിങ്കളാഴ്ച രാത്രി 11 മണി ആയിരിക്കുമ്പോൾ ജപ്പാനിലെ സമയം എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ ഡി ചൊവ്വാഴ്ച 2:30 AM. ചുവടെ പറയുന്നവയിൽ ഭൂമിയിലെ ഏത് പ്രദേശത്തോടു ചേർന്ന് സ്ഥിതി ചെയ്യുന്നതാണ് ഡോൾഡ്രം? ഉത്തരം ഓപ്ഷൻ സി ഭൂമധ്യരേഖ. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ സിന്ധു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഏത് അണക്കെട്ടിന് അഭിമുഖമായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി സർദാർ സരോവർ. വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് വായ്പയെ നൽകുന്ന പണത്തിന് ഈടാക്കുന്ന പലിശ നിരക്ക് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ബാങ്ക് റേറ്റ്. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. താഴെ പറയുന്ന നികുതി ഇനങ്ങൾ ശ്രദ്ധിക്കുക. ഇവയിൽ പ്രത്യക്ഷ നികുതികൾ ഏതെല്ലാമാണ്? ഉത്തരം കോർപ്പറേറ്റ് നികുതി, ആദായ നികുതി, ഭൂനികുതി എന്നിവ പ്രത്യക്ഷ നികുതികളാണ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി എല്ലാ ജോഡികളും ശരിയാണ്. വനപരിപാലനം പ്രാഥമിക മേഖല, കെട്ടിട നിർമ്മാണം ദ്വിതീയ മേഖല, ബാങ്കിംഗ് ഇൻഷുറൻസ് തൃതീയ മേഖല. ചുവടെ പറയുന്നവയിൽ GSTയുടെ പരിധിയിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മരുന്നുകൾ. താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളെ പറ്റിയുള്ള ശരിയായ വിശേഷണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ. ശരിയായ പ്രസ്താവനകൾ ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെയൊക്കെ മൗലിക അവകാശങ്ങളെ അറിയപ്പെടുന്നുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 32, അനുച്ഛേദം 226 എന്നിവ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ എ റിട്ടുകൾ. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്?
ഉത്തരം ഓപ്ഷൻ സി. ശരിയായ പ്രസ്താവനകൾ 86 ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A കൂട്ടിച്ചേർത്തു. 6 മുതൽ 14 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി. സൈക്യ കമ്മിറ്റി ശുപാർശയാണ് 86 ഭേദഗതിക്ക് കാരണം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി. അനുച്ഛേദം 29, 30. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: ഒന്നാം ഭരണഘടന ഭേദഗതി ബിൽ 1951 മെയ്യിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ബിൽ അവതരിപ്പിച്ചത്. ഒന്നാം ഭരണഘടനാ ഭേദഗതി 1951 ജൂണിൽ പ്രാബല്യത്തിലായി. ശാസ്ത്രീയമായ ടൈപ്പിംഗ് പഠിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. കെ ടച്ച്. പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റുകളിലൂടെ വിവരങ്ങൾ കൈമാറുന്ന രീതിക്ക് തുടക്കമിട്ടത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ. ടിം ബെർണേഴ്സ്-ലീ. ആവശ്യമുള്ള ആപ്ലിക്കേഷനുകൾ, സ്വന്തം ഫയലുകൾ എന്നിവ ഓൺലൈനായി ലഭിക്കാൻ വഴിയൊരുക്കുന്ന സംവിധാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. താഴെ പറയുന്നവയിൽ ബാഹ്യ പരാദജീവിക്ക് ഉദാഹരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. ചെള്ള്. ഏത് വിളയുടെ സങ്കര ഇനമാണ് മുക്തി? ഉത്തരം ഓപ്ഷൻ എ. തക്കാളി. മനുഷ്യഹൃദയത്തിന് എത്ര അറകളാണ് ഉള്ളത്? ഉത്തരം ഓപ്ഷൻ ബി. 4. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിൽ പ്രാധാന്യമുള്ള വിറ്റാമിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. വിറ്റാമിൻ ഡി. താഴെ പറയുന്നവയിൽ ആക്ടിനോയിഡിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. സീറിയം. വൈദ്യുത ചാർജുകളെ പോസിറ്റീവ്, നെഗറ്റീവ് എന്നിങ്ങനെ നാമകരണം ചെയ്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇലക്ട്രോൺ ബാങ്ക് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരം ഓപ്ഷൻ സി. ഭൂമി. സിനിമ പ്രൊജക്ടറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. കോൺകേവ് ദർപ്പണം. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്?
ഉത്തരം ഓപ്ഷൻ സി. ശരിയായ പ്രസ്താവനകൾ ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോപ്ലാസ്റ്റിക്. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുന്നതും എന്നാൽ തണുക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. മോണോമറുകൾ നേർരേഖയിൽ ചേർന്നുണ്ടാകുന്നതിനാൽ ലീനിയർ പോളിമർ എന്ന് വിളിക്കപ്പെടുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്കുകൾ. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഘനജലം. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് ഒരു നിശ്ചിത നിലയിൽ നിന്ന് താഴോട്ടു പോകുന്ന അവസ്ഥ. ഉത്തരം ഓപ്ഷൻ സി. അനീമിയ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ മരുന്നുകളിൽ അധികവും കൊളോയിഡൽ സ്വഭാവം ഉള്ളവയാണ്. കൊളോയിഡൽ മരുന്നുകൾ കൂടുതൽ ഫലപ്രദമാണ്. കൂടുതൽ പ്രതല വിസ്തീർണമുള്ളതിനാൽ കൊളോയിഡൽ മരുന്നുകൾ വേഗത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നു. 4,70,572 എന്ന സംഖ്യയിൽ 7ന്റെ സ്ഥാന വിലകൾ തമ്മിലുള്ള വ്യത്യാസം ഡാഷ് ആണ്. ഉത്തരം ഓപ്ഷൻ എ. 69,930. 2-1 3-2 ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യയാണ് ഡാഷ്. ഉത്തരം ഓപ്ഷൻ ബി. 3/5. പഞ്ചസാരയുടെ വില 10% വർദ്ധിപ്പിച്ചാൽ ഒരു കുടുംബത്തിന് പഞ്ചസാരയുടെ ഉപഭോഗം എത്ര ശതമാനം കുറച്ചാൽ അധിക ചിലവ് ഒഴിവാക്കാം? ഉത്തരം ഓപ്ഷൻ ഡി. 9-11%. ഒരു കച്ചവടക്കാരൻ ഒരു സാരിയുടെ വില 15% വർദ്ധിപ്പിച്ചു. പിന്നീട് ആ സാരി 10% ഡിസ്കൗണ്ടിന് വിറ്റാൽ കച്ചവടക്കാരന് സംഭവിക്കുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി. 3-2-1% ലാഭം. ഒരു തുക 10 വർഷം കൊണ്ട് സാധാരണ പലിശ നിരക്കിൽ ഇരട്ടിയായാൽ സാധാരണ പലിശ നിരക്ക് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ. 10%. ഒരു സംഖ്യയുടെ 80%തോട് 40 കൂട്ടിയാൽ 100 കിട്ടുമെങ്കിൽ സംഖ്യ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. 75. ഒരു കോഡ് അനുസരിച്ച് A = 3, C = 9, E = 15 എന്നാണെങ്കിൽ ആ കോഡ് അനുസരിച്ച് ബാഗ് എന്ന് എങ്ങനെ എഴുതാം? ഉത്തരം ഓപ്ഷൻ എ. 6321. എയുടെ മകളാണ് ബിയും സിയും. സി ഡിയുടെ അമ്മാവനും ഇ ഡിയുടെ അച്ഛനുമാണ്. ഡിയുടെ ആരാണ് ബി? ഉത്തരം ഓപ്ഷൻ സി. അമ്മ. പി തന്റെ വീട്ടിൽ നിന്ന് 10 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 18 കിലോമീറ്ററും സഞ്ചരിച്ചു. പി ഇപ്പോൾ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ്?
ഉത്തരം ഓപ്ഷൻ ബി 10 കിലോമീറ്റർ. വാച്ചിൽ സമയം 5 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ ഡി 150 ഡിഗ്രി. ശരിയായ പദം ഉൾക്കൊള്ളുന്ന പദനിര ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ നാലാമത്തെ പ്രസ്താവന. പീഡ പ്രവർത്തിക്കുക ദാർഢ്യം. വീണ്ടലം എന്ന പദം പിരിച്ചെഴുതുക. ഉത്തരം ഓപ്ഷൻ എ വിൺ പ്ലസ് തലം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന ചൊല്ലിൽ അടങ്ങിയിട്ടുള്ള ആശയം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കവയത്രി. ഒന്നാമതായി ഗണിക്കപ്പെടേണ്ടവൻ. ഉത്തരം ഓപ്ഷൻ സി പ്രഥമ ഗണനീയൻ. സമാന പദങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം മതി, മേധ. സഹിതം എന്ന പദത്തിന്റെ വിപരീത പദം. ഉത്തരം ഓപ്ഷൻ എ രഹിതം. വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ് എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ജീവിതത്തിന്റെ സുഗന്ധം കുടികൊള്ളുന്നത് വ്യത്യസ്തകളിലാണ്. സ്വാതന്ത്ര്യം എന്നതിന്റെ വിപരീത പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി പാരതന്ത്ര്യം. 2023 ഓടക്കുഴൽ അവാർഡ് നേടിയ കവിത മാംസഭോജിയാണ് എന്ന കൃതിയുടെ കർത്താവ്. ഉത്തരം ഓപ്ഷൻ സി പി എൻ ഗോപികൃഷ്ണൻ.